ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷിഹാബ്. ഞാൻ സഫാൻ്റെ കൂടെയാണ്. ഞങ്ങൾ HNS GFC ചെയ്യാൻ വന്നതാണ്. സഫാൻ, എങ്ങനെയുണ്ട് നിൻ്റെ ഒരു ഇപ്പോൾ നമ്മൾ GFC ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു വർഷവും 4 മാസമായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു വർഷത്തിൽ? എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 1 വർഷം 4 മാസമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ജൂലൈ 4, 2023 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ഡേ ജൂലൈ 4, സെക്കൻഡ് ഡേ ജൂലൈ 5 ഇപ്പോൾ 1.5 വർഷത്തിൽ ഏകദേശം നല്ല റിസൾട്ടാണ്. 1 വർഷം വരെയാണ് ഇവർ നമ്മൾ വളരെയാന്ന് പറഞ്ഞു. 8 മാസം മുതൽ 1 വർഷം വരെയാണ് റിസൾട്ട് പറഞ്ഞത്. അതുവരെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ പതുക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായി, ടെൻഷൻ ഉണ്ടായി. കാരണം കൊയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടിനി വരില്ല എന്നുള്ള പേടി. പിന്നെ വരൽ തുടങ്ങി, അപ്പോൾ ഫില്ലാവണില്ല. പിന്നെ ഫില്ലായി പതുക്കെ അങ്ങനെ ഏകദേശം 1 വർഷം കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ടായി. ഇപ്പോഴും ആ റിസൾട്ട് ഫ്രണ്ടിൽ എനിക്ക് കീപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷെ എൻ്റെ ക്രൗൺ ഏരിയ ആ ടൈം തന്നെ കുറച്ച് കുറവേനെ. ഇപ്പോൾ ഞാനൊരു ട്രിപ്പ് പോയിന്, അതിൻ്റെ ഇടയിൽ ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ടാണോ എന്ന് അറിയില്ല, അതോ ഇനി അവിടുത്തെ കാലാവസ്ഥ വെതറിൻ്റെ പ്രശ്നമാണോ അറിയില്ല. ക്രൗൺ ഏരിയ ഇപ്പം നല്ല കൊഴിച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. എച്ച് ഏരിയ ഓക്കെയാണ്, അത് സെറ്റ് ആയിട്ട് അവിടെ അതേപോലെ തന്നെ ഇല്ല. ഫ്രണ്ട് ഏരിയ എനിക്ക് അങ്ങനെ ഗ്യാപ്പൊന്നുമില്ല. ചെയ്ത് അതേ ഒരു 4000 ഗ്രാഫ്റ്റ് ചെയ്ത് ആ റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സഫാൻ, പിന്നെ ഈ ട്രാൻസ്പ്ലാന്റിന് മുന്നേ നീ എന്തെങ്കിലും ഓയിൽസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? എനിക്ക് മുടി കൊഴിയാൻ ഉണ്ടായിരുന്ന കാരണങ്ങളാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട്? മുടി കൊയ്യാനുള്ള കാരണം പറഞ്ഞാൽ അധികം എൻ്റെ ജനറ്റിക് കാരണം എൻ്റെ ഫാദറിന് തീരെ പറ്റ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഗൾഫിലുള്ള സമയത്ത് എൻ്റെ തൊട്ട ഷോപ്പിൻ്റെ അപ്പുറത്തുള്ള ഒരാൾക്ക് ഈ നിയോ ഹെയർ ലോഷന് ഉപയോഗിച്ചിട്ട് നല്ല മുടി ഉണ്ടായിരുന്നു. അത് കണ്ടാണ് ഞാനും ആ സാധനം ഉപയോഗിച്ച് നോക്കിയത്. പക്ഷെ എനിക്ക് അതിൽ റിസൾട്ട് വന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അതൊക്കെ നിർത്തി. ഓയിലിൽ എനിക്ക് വലിയ വിശ്വാസമല്ല. പിന്നെ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് നിന്നിട്ടാണ് ഞാൻ രാശിയിൽ HNS എത്തുന്നത്. കുറേ കണ്ട്, പക്ഷെ നമുക്ക് അഫോർഡായിട്ടുള്ള പ്രൈസ് കിട്ടില്ല. പ്രൈസ് കിട്ടുന്നിടത്ത് റിസൾട്ട് നോക്കുമ്പോൾ റിസൾട്ട് എവിടെയും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ റിസൾട്ടും പ്രൈസും കണ്ടൊരു ഏരിയ ചെയ്തേനി. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടില്ല. ഞാനും സഫാനും ഒരുമിച്ച് ഒരേ ദിവസമാണ് ഇവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. നമ്മൾ കാണുന്നത് തന്നെ അന്നത്തെ എൻ്റെ വ്ളോഗിലുണ്ട്, നിന്നെ അറിയാത്ത പോലെ ഒരു കാണുന്ന സീന്. പക്ഷെ ഞാൻ ട്രാൻസ്പ്ലാന്റിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടായിരുന്നു കുറേ എണ്ണയില്ലേ, ഇപ്പോൾ നാട്ടുവൈദ്യന്മാരുടെ എണ്ണ, ഇതൊക്കെ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനൊന്നും യാതൊരു ബെനിഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല സത്യം പറയാം. അതിനുശേഷം ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. കരാഗ്ലോ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് തന്നു, മിനോക്സിൽ തന്നു, പിന്നെ ഒരു ജെല്ല് എന്തോ തന്നിട്ടുണ്ടായിരുന്നു. ഈ കരാഗ്ലോ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഞാൻ 3 മാസം കണ്ടിന്യൂസ് കഴിച്ചു. എന്നിട്ട് പോലും എനിക്കൊരു മാറ്റം വന്നില്ല. പിന്നെ മിനോക്സിൽ അതും സ്പ്രേ ചെയ്തിട്ടായിരുന്നു. ഏകദേശം ഒരു 2-2.5 മാസം സ്പ്രേ ചെയ്തു. അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോഴത്തേനും സ്റ്റോപ്പ് ചെയ്ത ശേഷം എനിക്ക് ഈ ഏരിയയൊക്കെ മൊത്തം കാണാൻ തുടങ്ങി. എല്ലാവരും പറയുന്നുണ്ട് മിനോക്സിന്റെ യൂസ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് എല്ലാവരും പറയുന്നത്. ഇവിടെ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത കുറേ ആൾക്കാരല്ലോ 6 മാസം മുമ്പ് നിർത്തിയതാണ് പറഞ്ഞിട്ട് വരുന്നവരുണ്ട്. ചെയ്യുന്ന സമയത്ത് നല്ല റിസൾട്ട് വരും. പക്ഷേ യൂസ് ചെയ്ത് റിസൾട്ട് വന്നിട്ടില്ല. നിനക്കുണ്ടായിട്ടില്ല? എനിക്ക് റിസൾട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. ആ സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം എല്ലാം മുടിയും കൂടി കൊഴിഞ്ഞു പോയി ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു ജെല്ല്, പക്ഷെ അത് തേച്ചിട്ടും ഒരു മാറ്റവും വന്നില്ല. പിന്നെയാണ് അപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമായിരുന്നു മറ്റേ നമ്മുടെ നിയോ ഹെയർ ഓയിൽ, പിന്നെ ഡെർമാ റോളർ. അത് വാങ്ങി യൂസ്, അത് ഞാൻ അളിയൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടുന്ന് ഞാൻ കൊണ്ടുവരിപ്പിച്ച് സാധനം ഇവിടെ എത്തി. ആ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ നന്നായിട്ട് വരയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് പോലും ഒരു മാറ്റവും ഇല്ല. കാരണം ആ സൂചി ഇവിടെ കുത്തുന്നല്ല, ചോര പൊടിയുന്നുണ്ട് ചെറുതായിട്ട്. രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല മോനെ, കാരണം നല്ല രീതിക്ക് നല്ല പെയിൻ വരുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ദിവസം യൂസ് ചെയ്ത് അത് ഞാൻ സ്റ്റോപ്പ് ചെയ്ത്. പിന്നെ നിയോ ഹെയർ ഓയിൽ 2 പ്രാവശ്യം വാങ്ങി, പക്ഷെ ഒരു ബെനിഫിറ്റും ഉണ്ടായില്ല. അവസാനം പിന്നെ യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്ത്, പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് കൺസൾട്ട് ചെയ്തു, കാരണം ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയൊക്കെ പറഞ്ഞാൽ എനിക്ക് 1.5 ലക്ഷം രൂപ, 75,000 രൂപ. അപ്പോൾ ഓരോ മുടിക്കും ഇത്ര ഗ്രാഫ്റ്റ്, ഓരോ പെൻസിൽ, ഓരോ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് ഒരു ചാർജ് ഹൈ ആണ്, കോസ്റ്റ് നല്ല ഹൈ ആണെന്ന് പറഞ്ഞു. പക്ഷെ അത് ഞാൻ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തു. പിന്നെ അതിനുശേഷം ഇത് ലോ കോസ്റ്റിൽ എവിടെ കിട്ടുന്നതെന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് HNS കിട്ടിയത്. അങ്ങനെ കിട്ടി. പിന്നെ അത് 2 മാസത്തോളം ഞാൻ അതേ കണ്ടിന്യൂസ് ആയിട്ട് സെർച്ച് ചെയ്തു. ഇതിനെപ്പറ്റി കണ്ടിന്യൂസ് പഠിച്ചു. അത് ജെന്യുവിൻ ആണോ, ചെയ്ത റിസൾട്ട് ഉണ്ടോ, അതെല്ലാം പെർഫെക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് ഞാൻ ഡയറക്റ്റ്, അതായത് മൊബൈൽ വഴിയാണ് എൻ്റെ ഫോട്ടോസ്, ഡോണർ ഏരിയൻ്റെ ഫോട്ടോസും ഫ്രണ്ട് ലൈനും ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടാണ് അവരാണ് കൺസൾട്ട് ചെയ്ത് 3500 ഗ്രാഫ്റ്റ് വേണമെന്ന് പറഞ്ഞത്. ഞാൻ പിന്നെ ഇത് ചെയ്യാനായിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഡയറക്റ്റ് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ടൈം വരുന്ന ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ടാണ് നേരെ ഇങ്ങോട്ട് വന്നത്. പിന്നെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. പിന്നെ ഒരു 7 ദിവസം, അത് ട്രാൻസ്പ്ലാന്റ് ഒരു 7 ദിവസം കഴിഞ്ഞൊരു 7 ദിവസം എനിക്ക് നല്ലപോലെ നീര് വെച്ചു, നല്ലപോലെ സ്വെല്ലിങ് ഉണ്ടായിരുന്നു.
അപ്പോൾ നീര് വെച്ച് എനിക്ക് ഇവിടെയൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു, കണ്ടങ്ങനെ തുറച്ചിട്ടൊക്കെ ആയിരുന്നു. ആ സീനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഹെഡ് വാഷ് ഇവിടെ വന്നിട്ടാണ് ചെയ്തത്. കാരണം നമ്മൾ ഇത്രയും കാശ് മുടക്കി ചെയ്ത സംഭവമാണ്. അത് നമ്മൾ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ സപ്പോസ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ സെറ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് ചെയ്തത്. വീട്ടിൽ നിന്നല്ല ചെയ്തത്. ഇവൻ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്ത് എല്ലാം സെറ്റായിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന ശേഷം വീണ്ടും ഇവർ ഹെഡ് വാഷ് ചെയ്യിപ്പിച്ചു. പിറ്റത്തെ മാസം ഇവിടെ വന്നിട്ട് ഹെഡ് വാഷ് ചെയ്യിപ്പിച്ചു. കാരണം ഇവൻ ചെയ്തിട്ട് ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ല, ക്ലിയർ ആണ്. അന്ന് നമുക്ക് ഈ താരന്റെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിന്നും കുറച്ച് കറുത്ത പാടുകളൊക്കെ ഉണ്ടായില്ല. അന്ന് നമ്മള് ഫസ്റ്റ് ഹെഡ് വാഷ് ചെയ്തു രാവിലെ, അതിൽ ഫുള്ള് ഡോട്ട് പോയില്ല. വൈകുന്നേരം പിന്നെ ഹെഡ് വാഷ് ചെയ്തു, അതിൽ ഓക്കെ ആയി. പിന്നെ നമ്മൾ വരുന്ന സമയത്ത് പിന്നെ എനിക്ക് താരൻ തുടങ്ങി. താരൻ ആ ടൈമിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിലാണ് പിന്നെ ഇവിടെ നിന്നുകൂടി നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു താരൻ്റെ. അങ്ങനെ അതിനുശേഷം പിന്നെ ഓരോ GFC ഇപ്പോൾ ഇവൻ GFC മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. ഞാൻ ഒരു വട്ടം GFC എടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഞാൻ PRP എടുത്തു. നീ GFC എത്ര എടുത്തു? എണ്ണ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ അതിനുശേഷം ഞാനാണെങ്കിൽ ദുബായിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു 2 മാസം വിസിറ്റിന് ദുബായിലോട്ട് പോയി. അവിടെ പോയിട്ടാണെന്നുണ്ടെങ്കിലും മുടി കൊഴിയുന്ന നല്ല പേടിയുണ്ടായിരുന്നു. കാരണം അവിടെ നിൽക്കാൻ നല്ല പേടിയായിരുന്നു. ഞാൻ മിനറൽ വാട്ടർ കൊണ്ട് മാത്രമാണ് തല കഴുകിയിട്ടുണ്ടായിരുന്നത്. കുളിക്കുമ്പോൾ 2 കുപ്പി എടുത്തിട്ട് പോകും മിനറൽ വാട്ടർ, എന്നിട്ടാണ് തല കഴുകുക. അല്ലെങ്കിൽ പോയി ടെൻഷനാണ്. കാരണം എല്ലാവർക്കും അവിടെ മുടി കൊഴിയാന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ റൂമിൽ തന്നെ ഒരു കാരണം അവിടെ പോകാനാണ് ആ പ്രായത്തിൽ തന്നെ. എൻ്റെ റൂമിൽ തന്നെ കുറച്ച് ആൾക്കാരുണ്ട്, മുടി പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അത് കൂടി കണ്ടുകഴിഞ്ഞപ്പോൾ ടെൻഷനായി. ഞാൻ മിനറൽ വാട്ടർ മാത്രമാണ് യൂസ് ചെയ്യാറ്. പിന്നെ നാട്ടിലെത്തി കറക്റ്റായിട്ട് അതേപോലെ സാധാരണ യൂസ് ചെയ്തപ്പോൾ തല കഴുകുന്നുണ്ട്. ഇപ്പം ഇവർക്ക് വെച്ച ഭാഗം എനിക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല. പിന്നെ മുടി കൊഴിയുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊഴിയുന്നുണ്ട്. അത് ഇപ്പോൾ ഒരു ദിവസം ഒരു 100 മുടി കൊഴിയുന്നതാണല്ലോ പറയാം. അപ്പോൾ അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു ദിവസം ഒരു വൈറ്റ് ബെഡ്ഷീറ്റ് ഇട്ട് കടന്നു നോക്കിയപ്പോൾ അതിൽ കുറച്ച് മുടി ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ടെൻഷനായി. കാരണം അപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ ഒരു ദിവസം കൊഴിയേണ്ട മുടി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ ആ ഒരു ഇതിൽ വിട്ടു. പിന്നെ ഇപ്പം ടെൻഷൻസ് ഒന്നുമില്ല, സാധാരണ പോലെ കെയർ ചെയ്ത് കിടക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹെഡ് വാഷ് ഞാൻ ചെയ്യുമ്പോൾ ബേബി ഷാമ്പൂ ഇട്ടിട്ട് മാത്രമാണ് ഇപ്പോഴും തല കഴുകാറുള്ളത്. ഷാമ്പു നേരിട്ട് അപ്ലൈ ചെയ്യാതോ ഡൈല്യൂട്ട് ഇപ്പോൾ ചെയ്യാറില്ല. ഇപ്പോൾ നേരിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ടാണ്. ആദ്യം ഒരു 6 മാസമൊക്കെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇപ്പം ഞാൻ ഡൈല്യൂട്ട് ചെയ്യാറില്ല. ഇപ്പോൾ നീ ഡൈല്യൂട്ട് ചെയ്യാറുണ്ടോ? ഞാൻ ഡയറക്റ്റ് കയ്യിലാക്കിയിട്ട് അപ്ലൈ ചെയ്തിട്ടാണ് തല കഴുകാറുള്ളത്. പിന്നെ ഇപ്പോൾ താരൻ്റെ പ്രശ്നം അങ്ങനത്തെ ഇതൊന്നുമില്ല, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇന്ന് വരെയുള്ളത് ഞാൻ ഹാപ്പിയാണ്, എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ റിസൾട്ടും സഫ്വാൻ്റെ റിസൾട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് സഫ്വാൻ്റെ ഹെയർ ലൈൻ നമുക്ക് നോക്കി നോക്കാം. സഫ്വാൻ എങ്ങനെയുണ്ട്? ഹെയർലൈൻ ഇതാണ്. ഹെയർലൈൻ അന്ന് ചെയ്തത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് സംഭവമൊക്കെ, അടിപൊളിയായിട്ട്. 4000 കുറഞ്ഞു പോയോ? 4000 ഗ്രാഫ് ഇതാണ് എൻ്റെ. ആണോ? വെച്ച ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ടോ, വെച്ച ഭാഗം അടിപൊളിയാണ്. പിന്നെ ഈ ഭാഗത്താണ് കുറച്ച് മുടി പോയിട്ടുള്ളത്. അത് ഓൾറെഡി എനിക്ക് കുറവേനി വെക്കുമ്പോൾ തന്നെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ ഒരു ട്രിപ്പ് കൂടെ പോയി. ഇപ്പോൾ എവിടെ പോയി? കാശ്മീർ ബൈക്കിൽ ട്രിപ്പ് പോയിട്ടുള്ള മുടി മൊത്തം കളഞ്ഞിട്ടുണ്ട്. ഹെൽമെറ്റ് ഫുൾ ടൈം യൂസ് ചെയ്തിട്ടുള്ള മുടി എല്ലാം തന്നെയാണെന്ന് അറിയില്ലോ. ഇത് എൻ്റെ ഹെയർ ഗ്രോത്ത് ആണ് കേട്ടോ. സഫ്വാൻ ജസ്റ്റ് കാണിച്ചു കൊടുത്ത്. ഇതാണ് ഷാബിൻ്റെ ഹെയർ കാര്യങ്ങളൊക്കെ കണ്ടോ. വെച്ച ഭാഗത്തൊന്നും കുഴപ്പമൊന്നുമില്ല, സെറ്റല്ലേ. 3500 ഗ്രാഫ്റ്റ് ഫ്രണ്ടിൽ വെച്ച് എടുത്ത് ഈ സൈഡ് ഏരിയ, ബാക്ക് ഏരിയ, പിന്നെ ഈ സൈഡൊക്കെ കേട്ടോ. എനിക്കിനി ക്രൗണൊന്നും പോയില്ല, മൊത്തത്തിലൊരു ഉള്ളുറവാണ് എനിക്കുള്ളത്. ബാക്കിയുള്ളല്ലേ ഇവിടെ കുറച്ച് ഉള്ളുറവല്ലേ. പിന്നെ മുടി നിറച്ചിട്ടുണ്ട്. അത് ഞാൻ ചോദിച്ചപ്പോൾ ഈ നിറച്ച മുടി തന്നെ ഇവിടെ എടുത്ത് വെച്ച കാരണം കൊണ്ട് അങ്ങനെ നിര വന്നു എന്നാണ് പറഞ്ഞത്. വേറെ കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. 1.5 വർഷത്തെ റിസൾട്ട് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ സഫാനും GFC എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. പോവല്ലേ? അപ്പോൾ GFC ഇതിന് വേദനയൊന്നും ഇല്ലല്ലോ? ഇല്ല, വേദന എനിക്ക് ചെറിയൊരു വേദന ഉണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ആ ഒരു മസാജിന്റെ സമീക്ഷ കണ്ടില്ലേ, അത് ചെയ്യണ തരിപ്പ് അതിന്റെ കൂടെ അങ്ങ് ചെയ്യുമ്പോൾ എല്ലാം അറിയണമെന്നില്ല. പക്ഷെ എനിക്കിപ്പോൾ ചെറിയുമ്പോൾ ചെറിയൊരു വേദന. ഇതിപ്പം ചെറിയൊരു പിടുത്തമുള്ള പോലെ ഫീൽ ഉണ്ടല്ലോ. ഫീൽ ഇല്ല, ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ. അപ്പോൾ ഇതാണ് ഈ 1 വർഷം 4 മാസം. ഓക്കെ, റിസൾട്ട്. GFC എടുക്കണ്ടേ? ഇനി നെക്സ്റ്റ് GFC എടുക്കണല്ലേ? ഓക്കെ, എടുക്കണമെന്നല്ല, കാരണം കെയർ ചെയ്യണം. നമ്മളെപ്പോഴും കെയർ ചെയ്യും. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടില്ല എന്ന് കരുതിയിട്ട് കെയർ ചെയ്യാതിരിക്കരുത്. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാത്ത ആൾ ഈ സ്റ്റേജിലേക്ക് എത്താതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതേപോലെ GFCയോ PRPയോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നല്ല മെഡിസിൻ കഴിക്കണം അല്ലേ? നമ്മൾ മാക്സിമം കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇനിയും കൊഴിയാതിരിക്കുള്ളൂ. ഇനി കൊഴിഞ്ഞ് തുടങ്ങിയ ആൾക്കാർക്ക് ഇപ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താ, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാതെ നിലനിർത്താനും പറ്റും. അങ്ങനെയുണ്ട്. എല്ലാ
എല്ലാവരും വിചാരം ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് കുറേ ചെയ്യേണ്ടതാണ്, അങ്ങനല്ലല്ലോ. ഇത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നമ്മൾ കെയർ ചെയ്തുകൊണ്ടിരിക്കണം, നമുക്കിത് പിന്നെയും ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും കൊഴിഞ്ഞു പോയി പിന്നെയും ഈ സൈഡൊക്കെ മുടി പോയിട്ട് പിന്നെയും നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ മാക്സിമം നമ്മൾ കെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ ബൈ.